എന്നെയോ നശിപ്പിച്ചു. എന്റെ അനിയത്തി ലക്ഷ്മിക്കുട്ടി എട്ടും പൊട്ടും തിരിയാത്ത പാവം പെണ്ണ്. അവളെ ചീത്തയാക്കല്ല മുന്നേ. ഉച്ചിതമ്പിയാകുന്നൊരു പുരുഷനാണ്. അദ്ദേഹത്തിന് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. നിനക്കെന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ നിന്നെ കൊന്ന് ഞാനും ചാവും. അയ്യോ കാർത്തികേയനെ. നാണിക്കുട്ടി, നാണിക്കുട്ടി, പുലകുളി കഴിഞ്ഞാൽ ഉടനെ നീ അങ്ങ് വരുമെന്നാ ഞാൻ നനച്ചത്. എന്റെ അമ്മയ്ക്ക് തീരെ വയ്യ അമ്മച്ചി. അമ്മയെ നോക്കാൻ ഞാനേ ഉള്ളൂ. അതോർത്ത് നീ വിഷമിക്കണ്ട. കാർത്തികേയനെയും അങ്ങോട്ട് പോരട്ടെ. വേണ്ടായേ, ഞങ്ങൾക്ക് പുത്തൂരെ ചേവകം മതിയായേ. ഓഹോ, കുമാരന്റെ ദൈവാധീനം ഉച്ചത്തിലോ. ഗരുഡൻ അവന്റെ പ്രത്യക്ഷമൂർത്തി. ഹനുമാൻ അവനിൽ പ്രസാദിക്കുന്നു. ദേവി അവന് കാവലും. ഒരു യക്ഷി അവനിൽ അനുരക്തയാണ്. അവന്റെ ബ്രഹ്മചര്യം നശിച്ചാൽ യക്ഷി അവനെ പിടികൂടും. മീനാക്ഷി, നീ അവന്റെ പഴയ ആളല്ലേ. നീ നിരീച്ചാൽ അവനെ മീനാക്ഷിയെ കൊണ്ട് നമുക്കൊരു ചെറിയ സഹായം വേണ്ടിയിരിക്കണം. ഇനി അടുത്തു വരൂ. പൊന്നുടേനെ തെയ്യിലേക്ക് ചാടാനാണല്ലോ കൽപ്പിക്കുന്നത്. അടിയന് മേല. കുമാരൻ തമ്പി അങ്ങനിപ്പോ മഹാമാന്ത്രികനാ. ദുഷിച്ച കണ്ണുകൊണ്ട് അദ്ദേഹത്തെ നോക്കിയ കൃഷ്ണപ്പരുന്ന് വന്ന് കൊത്തിപ്പറിച്ചത് തന്നെ. കുന്തം ഒരു ചുക്കും സംഭവിക്കില്ല. നോം പറഞ്ഞത് കേട്ടാൽ നിനക്ക് രക്ഷയുണ്ട്. ഇല്ലെങ്കിൽ ഒരു ബാധയണോം. ചതിക്കില്ല തിരുമേനി. അടിയൻ അടിയൻ നോക്കട്ടെ. എന്താ മീനാക്ഷമ്മേ? ഓ പട്ടേരിക്ക് വേണമെന്നാണോ? അതെ, പട്ടേരിക്ക് വേണം. കൊണ്ടുപോയി കൊടുക്ക. തമ്പിയൊന്ന് പേടിക്കണ്ട. പഴയ മീനാക്ഷിയല്ല ഞാൻ. ഒരു സങ്കടം ഉണർത്തിക്കാൻ. എന്താ കാര്യം? എന്റെ മോൾ ഗോമതിക്ക് ബാധോപദ്രവമാ. അവിടെ വരെ വന്ന് അവിടെ ബാധയെ ഒഴിപ്പിച്ചു തരണം. പണ്ട് ഈ മീനാക്ഷി പിഴയായിരുന്നു. എന്റെ തമ്പിയങ്ങുന്ന മന്ത്രവാദിയായ പിന്നെ മീനാക്ഷി പതിവൃതിയായിട്ടാ കഴിയുന്നത്. ദുർവിചാരം ഉണ്ടാകുമ്പോ കമന്നു കിടന്നുകൊണ്ട് നാമം ജപിക്കും. ശരി. എന്തൊക്കെയുണ്ട് വരാരെ വിശേഷങ്ങൾ? കഴിഞ്ഞു കൂടുന്നു തമ്പിയങ്കുന്നേ. ഈടായിട്ട് തമ്പിയങ്കുന്നനെ കാണാൻ കൂടി കിട്ടുന്നില്ലല്ലോ.
പഴയതുപോലെ ഇറങ്ങി നടക്കാൻ പറ്റുമോ? വേണ്ടായേ, നാട്ടുകാർക്ക് അങ്ങയുടെ ദിവ്യത്വത്തെ പറ്റിയേ പറയാനുള്ളൂ. എല്ലാം വേലായുധ സ്വാമിയുടെ അനുഗ്രഹം. ആ പിന്നെ നമ്മുടെ മീനാക്ഷിയും ചൂരക്കാട്ട് ഭട്ടത്തിനും കൂടി എന്തൊക്കെയോ ആലോചനകൾ നടത്തുന്നു. ഇന്നലെയും ഇന്നും തിരുമേനി അമ്പലത്തിൽ വന്ന് അവളെ കണ്ടു. അവളുടെ മകൾക്ക് വാദവിപദ്രവമാണെന്ന് കേട്ടല്ലോ. ഗോമതി പെണ്ണിനോ? നാഴികയ്ക്ക് മുമ്പ് ഞാൻ അവളെ കണ്ടതാണല്ലോ. അവളും ആങ്ങളച്ചെറുക്കനും കൂടി കിഴക്കേ നടക്കിലെ സംഭാരം വിൽക്കുക. ഗോപാലനുണ്ട്. പിന്നെ ഇന്ന് അഷ്ടവിരോഹിണി ആയതുകൊണ്ട് നല്ല വിറ്റുവരവാ. മാരാർപ്പിക്കുള്ളൂ. മഹാമായി, ദുഷ്കർമ്മിയായ ഭട്ടതിരിയുടെ പരീക്ഷണം എനിക്ക് കാട്ടിത്തരണമേ. വന്ന കാലം നിൽക്കാതെ അകത്തോട്ട് വന്നാട്ടെ. ഞാൻ എത്ര നേരമായി അങ്ങനെ കാത്തിരിക്കുക. എവിടെ? മുറ്റത്ത് നിന്നുകൊണ്ടാണോ ഗോമതിയെ തിരക്കുന്നത്? അകത്തോട്ട് വന്നാട്ടെ. മീനാക്ഷി, ഞാൻ അകത്തേക്ക് വരാം. പക്ഷെ മാന്ത്രിക കർമ്മം നടത്താതെ ഞാൻ പുറത്തിറങ്ങില്ല. കർമ്മം നടത്തിക്കാതെ ഞാൻ തമ്പി എങ്ങനെ വിടത്തുമില്ല. ശരി. വിളക്ക് വേണ്ടേ? എന്നോട് പൊറുക്കണം. ബാധോപദ്രവം ഗോമതിക്കല്ല, അവിടുത്തെ മീനാക്ഷിക്ക. ആഞ്ജലി മഹാദേവി സ്വാഹ. ഈ പാപിയോട് പൊറുക്കണേ. ചോരക്കാട്ട് പട്ടേരിയ എന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചത്. ഇനി ഒരിക്കലും മീനാക്ഷി തെറ്റ് ചെയ്യില്ല. സുബ്രഹ്മണ്യ സ്വാമിയുടെ സത്യം. എഴുന്നേൽക്കൂ. അവന്റെ ഒരു വശ്യപ്രയോഗം. സർവവശ്യ തൈലവും ലേപനവും അവൻ ജപിച്ചു തന്നിരിക്കുന്നത്. നിന്റെ മകൻ നിന്നെ കണ്ടാലും മോഹിക്കും. വേഗം പോയി കുളിച്ച് ശുദ്ധമായിക്കോ. ഓം ഹ്രീം കർണപിശാചിനി കർണേ കഥേ സ്വാഹ. എന്ത്? എന്റെ വശ്യപ്രയോഗം കുമാരനിൽ ഫലിച്ചില്ലെന്നോ? അനീതിയെ എതിർക്കേണ്ടെന്നാണ് അമ്മ പറയുന്നത്. കുമാരൻ സ്ഥാനമേറ്റ് 2 കൊല്ലമാണ് കഴിഞ്ഞത്. 2 വാവുബലി അടിയന്തരങ്ങൾ നടന്നു. വറപ്പൊടി നിവേദ്യവും ഗരുഡപൂജയും നടത്തിയതല്ലാതെ അന്നദാനമോ സപ്താഹമോ പിതൃപൂജയോ അവൻ നടത്തിയില്ല. കൊട്ടാര വസ്തുവിലെ ആദായം ഒരു ശാഖക്കാർക്ക് സമ്പാദിക്കാനുള്ളതല്ല. നീ പറയുന്നത് നേര് തന്നെ. പക്ഷേങ്കി കുമാരനോട് എതിരിടാൻ പോകുന്നത് ബുദ്ധിയല്ല മോനെ.
നാട്ടുകാരെല്ലാം അവന്റെ ഭാഗത്തെ നിൽക്കൂ. എന്തായാലും നാളെ കൊട്ടാരത്തിൽ പ്രവേശിച്ച് നാളികരം വെട്ടിക്കാൻ ഞാൻ നിശ്ചയിച്ചു. അളിയന്മാരെന്തു പറയുന്നു? എന്റെ കൂടെ വരാൻ ഭയമുണ്ടോ? തെങ്ങേ കയറാൻ ഈ കരയിലുള്ള ഒരു തണ്ടാനും വരുമെന്ന് തോന്നുന്നില്ല. അളിയന്മാരുടെ ദേശങ്ങളിൽ നിന്ന് ആളെ കൊണ്ടുവരുതോ? നാടുവഴി ഒന്ന് കണ്ടിട്ട് പോരേ ശേഖര, വസ്തു കയ്യേറുന്നത്. ഏയ്, നാടുവാഴി നിയമം മാത്രം നോക്കുന്ന ആളാ. ഭാഗപത്രപ്രകാരം കൊട്ടാരവും വസ്തുക്കളും മാന്ത്രികന്റെ അവകാശത്തിലപ്പെടുക. കൃഷ്ണപ്പരുന്ത് കുമാരന്റെ വിളിപ്പുറത്താ. എനിക്കാകെ ഭയമാകുന്നു. ഗരുഡ ഭഗവാന് കാണിക്കയുമായേ ഞങ്ങൾ കൊട്ടാരത്തിലേക്ക് ചെല്ലൂ. നാളെ സന്ധ്യയ്ക്ക് ഒരു വിശേഷാൽ പൂജയും നടത്താം. നാളത്തെ പൂജയ്ക്ക് പുതുമനത്തന്ത്രി തന്നെ ആകട്ടെ. അങ്ങുന്നേ ശേഖരൻ തമ്പി അങ്ങുന്ന് നാളെ കൊട്ടാരത്തിൽ നാളികേരം ഇടിച്ച് വസ്തു കൈവശാക്കാൻ പോണെന്ന് കേട്ടു. പുതുമന തിരുമേനിയെ കൊണ്ട് ഒരു പൂജയും നടത്തുകയാണത്രേ. ഒരുത്തനും കൊട്ടാരത്തിൽ കയറില്ല. തീർച്ചയായും വഴക്കും വക്കാളും ഒന്നും വേണ്ട കുമാര. കൊട്ടാര വസ്തുവിന്റെ ആദായം വടക്കേതുകാരെടുത്തോട്ടെ. തറവാട്ട് മാന്ത്രിയൻ തോറ്റുകൊടുക്കണമെന്നാണ് അമ്മ പറയുന്നത്. പ്രതിഫലം വാങ്ങാതെ ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയാ മാന്ത്രിയൻ കൊട്ടാര വസ്തുക്കൾ മാറ്റിവെച്ചിട്ടുള്ളത്. പുതുമന തന്ത്രിയെ കൊണ്ട് അവിടെ പൂജ നടത്തും പോലും. മോനെ, പുതുമനത്തന്ത്രി പേരെടുത്ത താന്ത്രികനാ. നിന്റെ അമ്മാവനും അദ്ദേഹത്തെ ബഹുമാനമായിരുന്നു. അദ്ദേഹവുമായി നീ പിണങ്ങല്ലേ? അമ്മ അതേ ചൊല്ലി വിഷമിക്കണ്ട. തന്ത്രി അദ്ദേഹം പൂജയ്ക്ക് വരില്ല. അങ്ങുന്നേ ഈ പുതുമന തന്ത്രി അത്രയ്ക്ക് വലിയ ദിവ്യനാണോ? തനിക്ക് എന്തറിയാമടോ? പുതുമന തന്ത്രിയുടെ വംശത്തിന് കേരളോൽപത്തിയോളം പഴക്കമുണ്ട്. സദ്ദേവതകളെ സേവിപ്പാനും ദുർദേവതകളെ അകറ്റാനും വേണ്ടി പരശുരാമൻ നിയമിച്ചവരിൽ പ്രധാനികളാ കാളക്കാട്, കാട്ടുമാടം, കല്ലൂർ, ചേന്നാസ് തുടങ്ങി പുതുമന വരെയുള്ളവർ. ഇപ്പോഴത്തെ പുതുമന തന്ത്രി താന്ത്രിയൻ മാത്രമല്ല, മഹാമാന്ത്രികനുമാണ്. നമുക്ക് പൂവമ്പഴ പ്രിയാന്ന് കൊച്ചുതമ്പി അറിഞ്ഞിരിക്കുന്നു. അവിടെ ഇരിക്കൂ. ഞാൻ നിന്നോളാം തിരുമേനി. ഏയ്, അത് പറ്റില്ല. പുത്തുവരെ മാന്ത്രികനെ നിർത്തിക്കൊണ്ട് ഞാൻ സംസാരിക്കേ. ഇരിക്കെന്നെ വേണം. കുമാരന് നല്ല മന്ത്രസിദ്ധി ലഭിച്ചതായ ഞാൻ അറിഞ്ഞത്. സത്കർമ്മങ്ങളെല്ലാം നടത്താറുണ്ടോ? കൂടുതലും വിഷബാധകളെ അയറ്റുന്ന ശാന്തികർമ്മങ്ങളാണ് നടത്താറുള്ളത്. ഗരുഡ സേവ മാത്രല്ലേ കാരണവർ അഭ്യസിപ്പിച്ചിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഗ്രന്ഥങ്ങളിൽ നിന്ന് അഭ്യസിച്ചു അല്ലേ? അതെ തിരുമേനി. ഒരു കാര്യം നന്നായി ശ്രദ്ധിക്കണം. കൃഷ്ണപ്പരുന്ത് ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്രകോപിയുമാണ്. കടുത്ത മന്ത്രപ്രയോഗത്തിലൂടെ പക്ഷിരാജനെ എപ്പോഴും പ്രത്യക്ഷപ്പെടുത്തരുത്. അല്പം അപാകത സംഭവിച്ചാൽ ആപത്ബന്ധുവായ ഗരുഡൻ അന്തകനായി മാറും. ഹനുമാന്റെ കാര്യവും അങ്ങനെ. പരിഭ്രമിക്കാനൊന്നുമില്ല. രണ്ട് കാര്യം ശ്രദ്ധിച്ചാൽ മതി. ബ്രഹ്മചര്യം ജീവിതവ്രതമായിരിക്കണം. ദുഷ്കർമ്മങ്ങൾ ചെയ്യാനും പാടില്ല. അത്രയുള്ളൂ. എനിക്ക് ശത്രുക്കളുണ്ട് തിരുമേനി. കുമാരന് ശത്രുക്കളോ? കളീക്കലെ ശേഖരൻ എന്റെ അധീനതയിലുള്ള തറവാട്ടു കൊട്ടാരം കയ്യേറാൻ തുടങ്ങുന്നു. തിരുമേനിയെ കൊണ്ട് അവിടെ പൂജ നടത്തിക്കുന്നു കേട്ടു. അങ്ങനെ കാര്യം. ഒരു പൂജ നടത്തണമെന്ന് ശേഖരൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. നിശ്ചയിച്ച പൂജ മുടക്കാൻ പാടില്ല. ഒരു കാര്യം ചെയ്യാം. കുമാരൻ എന്റെ പരികർമ്മയെ അങ്ങോട്ട് കൂടിക്കോളൂ. എന്താ, സന്തോഷമായില്ലേ? തിരുമേനി. ഭുവനേശ്വരി അനുഗ്രഹിക്കട്ടെ.